ഇന്നൊരു പുതിയ തുടക്കമായിക്കോട്ടെ എന്ന് കരുതി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ഖത്തറിലെ അൽബിദ പാർക്കാണ്. ഞാൻ കുട്ടികളെയും കൊണ്ടിട്ട് ഒന്ന് പാർക്കിലെല്ലാം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. കൂടെ എൻ്റെ എക്സസൈസും. അപ്പോൾ അവരവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ. വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പം എപ്പോഴും വിചാരിക്കും ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോകണമെന്ന്. പക്ഷെ മടി കാരണം ഒന്നും ചെയ്യാറില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല, ഒന്ന് നടക്കാൻ വേണ്ടി പോകണം, കുറച്ച് എക്സസൈസ് ചെയ്യണം. ഇവിടെ പാർക്കിൽ ഓരോ കോർണറിലായിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന വർക്കൗട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിന് കൊടുത്ത് നമ്മുടെ ഫാറ്റൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു. കൂടെ കുട്ടികൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നല്ല അവിടെ മണ്ണിലൊക്കെ നല്ല കളിയിലാണ്. അപ്പം ഞാനിതാ അവരെ അവിടെ ആക്കിക്കൊണ്ട് അവരുടെ കൺമുന്നിൽ തന്നെ കണ്ണ് തെറ്റിയാൽ അവിടേക്കും ഇവിടേക്കും ഓടുന്ന മക്കളാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അവരെ നോക്കിക്കൊണ്ട് തന്നെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊരു മടി പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തുകൊണ്ട് നടക്കാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നടക്കാമല്ലോ, അപ്പോൾ എനിക്കും ബോറടിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ചെടികളും പൂക്കളുമായിട്ട് ഉള്ള അതിമനോഹരമായൊരു സ്ഥലമാണ്. ഞാനിങ്ങനെ ആലോചിക്കണേ, എത്ര തന്നെ എന്തൊക്കെ ബിൽഡിങ്സുകളൊക്കെ നമ്മൾ കണ്ടാലും ഈ മരങ്ങളുടെ തണലെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സുഖമുള്ളൊരു അനുഭവമാണ്. ഞാനിങ്ങനെ വെയിലത്തിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മരത്തിൻ്റെ തണലിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഓ മൈ ഗോഡ്, അത് ഏത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും നമ്മൾ AC ഇട്ടിരുന്നാൽ പോലും നമുക്ക് കിട്ടില്ല. അത്ര നല്ല സൂപ്പറായിട്ടുള്ളൊരു അനുഭവമാണ്. ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാം. ഇപ്പോൾ കൂടെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇവിടെ ഒരു മഞ്ഞപ്പൂക്കൾ. ഇത് നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളല്ലേ. എന്താ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല വെറൈറ്റി പൂക്കളും ചെടികളും ഒക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഓരോ ദിവസം ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. എനിക്ക് ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വളർത്താനും അറിയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അറിയില്ല. ഞാനിതുപോലെ വീട്ടിലൊക്കെ 1-2 ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ച്, പക്ഷെ എൻ്റെ അശ്രദ്ധ മൂലം അത് കേടായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ പുതിയ ചെടികൾ വാങ്ങിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഈ റെഡ് റോഡ് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സൈക്കിൾ ട്രാക്ക്. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഗൾഫ് കൺട്രീസിലാണ് ഉള്ളതെന്ന് നമുക്ക് തോന്നില്ല. വേറെ ഏതോ ഒരു എന്താ പറയുക, നാട്ടിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വയനാട്, നമ്മൾ കാടും മലകളൊക്കെ താണ്ടി പോകുന്ന പോലെ നല്ല അടിപൊളി ഒരു പ്രത്യേക വൈബ്. കൂടെ ഇതാ വെയിലും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന തലയ്ക്ക് മേലെ, അതിൻ്റെ ഉള്ളിലൂടെ ചെറുതണലിലൂടെ നമ്മൾ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. സൈക്കിളുണ്ട് അവിടെ. സൈക്കിൾ വെച്ചിട്ട് ഓടിക്കുന്നതിലും നല്ലത് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ഭംഗിയല്ലേ നമ്മൾ നാട്ടിലുള്ള പോലെ. ഇതൊക്കെ ഇവർ ട്രാക്ക് കഴുകിയതിൻ്റെ നനവുകളാണ് ഈ കാണുന്നത്. പൂച്ചകളും പ്രാവുകളും എല്ലാം തന്നെ, പറവകളും എല്ലാം, അതിൻ്റെ സൗണ്ട് സത്യം എന്താ, ഒരു പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ് അൽബിദ പാർക്കിൽ. ഒരുപാട് നല്ല ഏരിയകളുണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് നടക്കാറ്. അപ്പോൾ ഇതാ അവിടെ ഒരു ചേട്ടനെ അവിടെ അടിച്ചു വാരി കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അടിച്ചു വാരുന്നതിന് എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. നമ്മളിവിടെ അടിച്ചു വാര, അടിച്ചു കൂര, അങ്ങനെയൊക്കെ പലതും പറയും. അവിടെ ആരോ ഓടി വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും വന്ന വഴിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടക്കുന്നു. നമ്മളവിടെ കാണും കുറച്ച് ലോങ്ങിലായിട്ട് ഒരു വൈറ്റ് പാലസ് കാണുന്നില്ലേ,
അത് ഇവിടുത്തെ ഒരു ഷെയ്ക്കിൻ്റെ വീടാണ്. എന്താ എനിക്ക് ആ ഷെയ്ക്കിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ അവിടെ പുറത്ത് റോഡിലൊക്കെ ഗാർഡ്സൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട്. വലിയൊരു പാലസാണ്, ബിദ്ദ പാർക്കിനോട് ചേർന്നിട്ടുള്ളൊരു പാലസാണ്. അപ്പോൾ വീണ്ടും ഞാൻ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടക്കുകയാണ്. അവിടെ ആ ഒരു കപ്പിൾ പോകുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ എപ്പോഴും റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ കപ്പിൾസും ഫാമിലീസും ഒക്കെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരുടെ എണ്ണ എടുക്കാമെന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കാറില്ല. കാരണം ഭയങ്കര മടിയാണ്. എന്നെപ്പോലെ മടിയുള്ളവരാണോ നിങ്ങളും? എന്നാൽ ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഫുൾ ലൈഫ് അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തുടക്കം കുറിച്ചതാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം നടന്നിട്ടുണ്ട്. ഇനി നാളെ നടക്കാൻ എൻ്റെ കാല് എന്നെ സമ്മതിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കാല് നല്ല വേദന ഉണ്ട്. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം. പക്ഷെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വെയിറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ലേ, എന്നാൽ കുറച്ച് വെയിറ്റ് കയറട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആ വെയിറ്റിനെ കയറാൻ സമ്മതിക്കരുത്. നമ്മളത് എങ്ങനെ വന്നാലും കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, നമ്മളത് കുറയ്ക്കണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഡെയിലി ഞാൻ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ബിദ്ദ പാർക്കിലോട്ട് വരുമ്പോൾ ഓരോ പുതിയ പുതിയ കാഴ്ചകളും പൂക്കളും മരങ്ങളും കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തരാം. കാരണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ സംസാരിച്ച് നടക്കാമല്ലോ. മറ്റേത് ഒറ്റയ്ക്ക് നടക്കുമ്പം വളരെ ബോറടിക്കുമല്ലോ. ഇപ്പോൾ എനിക്ക് ഞാൻ ആരോട് കൂടെയുള്ള ഒരാൾക്കാരോട് സംസാരിക്കുന്ന ഒരു ഫീലിങ്സ്, അപ്പോൾ എനിക്കും ബോറടിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് ആരെങ്കിലും വേണ്ടേ സംസാരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ ബോഗൺവില്ലുണ്ട്. പിന്നെ ഇപ്പം ഹായ് വെയിറ്റ് അവിടെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇവിടെ ഇതാ കുറച്ച് അലോവേര അല്ല, വേറെ എന്തോ തരം പ്ലാന്റ്സ് കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ സാധാ വയലിലൊക്കെ കാണുന്ന ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. എന്താ പറയുക ഇതിന്, എനിക്ക് ഒരു ചെടികളെ പേരും കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ നാട്ടിൽ കാണുന്ന നമ്മളെ വയലിലും കാടുകളിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന സാധനം, അവിടെ ആരും സൂക്ഷിക്കാത്ത സാധനം ഇവിടെ പാർക്കുകളിൽ ഇവർ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കുറേ ബോഗൺവില്ലകളുണ്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ അല്ലെങ്കിൽ ചെടികൾ എല്ലാം വളരെ നല്ല നീറ്റായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ ഇത് നമ്മളെ ആൽമരമാണെന്ന് തോന്നുന്നു അല്ലേ. പണ്ടൊക്കെ ഈ ആലില എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ബുക്കിലൊക്കെ വെക്കുന്ന അതേ ലീഫ് പോലെ തോന്നുന്നു. ആൽമരം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ഏതോ ഒരു മരം. അപ്പുറത്തേക്ക് നോക്കി നമ്മൾ ഖത്തറിലെ ബിൽഡിങ്സൊക്കെ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. ഇനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ മൈഗ്രെയിനുള്ള ഒരാളായതുകൊണ്ട് തലവേദനയും വരും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി വീട് പിടിക്കാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ നമുക്ക് വേറെ വഴിയിലൂടെയൊക്കെ നടന്നു പോവാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അവിടെ ഇതാ ക്ലീനിങ് ബോയ് വന്നിട്ട് പാർക്കിലുള്ള എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യണം. പാവങ്ങൾ എല്ലാ വെയിലും മഴ വല്ലപ്പോഴും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയുണ്ട്. മഴയും വെയിലും ചൂടും എല്ലാം അനുഭവിച്ചിട്ട് പണിയെടുക്കണം. പാവങ്ങൾ, എനിക്ക് ഇങ്ങനത്തെ വർക്കേഴ്സിനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നും. കാരണം നമ്മളൊക്കെ എത്രയായാലും വീടുകളിലും അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലായാലൊക്കെ സുരക്ഷിതമാണ്. അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. എല്ലാവരുടെ ജോലിക്കും കഷ്ടപ്പാടുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനത്തെ ലാബേഴ്സിൻ്റെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 ചേട്ടന്മാരോട് പുല്ലൊക്കെ പറിക്കുക അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുക. എന്താ പറയുക, എന്ത് ബുദ്ധിമുട്ടിയിട്ടല്ലേ അവർ ഇത് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കുന്നത്.
അപ്പോൾ അത് അവിടെയൊക്കെ ആരൊക്കെയൊക്കെയോ കുറേ പേരുകളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇനി പോകുന്ന വഴിക്ക് ഇത്രയും കലോറി കുറച്ച സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.